അങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ നമുക്കൊരു വിഷയം വീണ് കിട്ടി. സൂംബ ഡാൻസ്. ഈ സൂംബ ഡാൻസ് കളിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, വിദ്യാഭ്യാസത്തിന് 2 മന്ത്രിമാരുണ്ട് കേട്ടോ, ഒന്ന് വെറും വിദ്യാഭ്യാസ മന്ത്രി, വേറൊന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പ് 2ആക്കി 2 മന്ത്രിമാരെ. അതൊക്കെ എന്തുമായിക്കോട്ടെ. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ പിള്ളേരെയെല്ലാം സൂംബ നൃത്തം ചവിട്ടിക്കണം. ഞാൻ ഓർത്തില്ല എന്താ ഇത് ഇത്ര വലിയ പിടിവാശി. അപ്പോൾ ഈ സൂംബ പോക്കൃത്തിലാണ്, തുണിയില്ലാതെ തുള്ളുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക ഗ്രൂപ്പുകൾ, റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ്. ഈ വിസ്ഡം എന്നൊക്കെ പറഞ്ഞ് ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അല്പം ഇച്ചിരി പിടിവാശിക്കാരാണ്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നെ സമസ്തയ്ക്ക് പുറകോട്ട് നിൽക്കാൻ തോന്നില്ല. സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഉലമാക്കളുടെ ഒരു സമിതിയാണ്. ഇതിനെയാണ് സമസ്ത എന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അതിനകത്ത് EK വിഭാഗം, AP വിഭാഗം, അത് ഇതെന്ന് പറഞ്ഞ് വഴക്ക് തല്ല് അടിപിടി വേറെ ഗ്രൂപ്പുകളിലൊക്കെ വേറെ ഉണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. സമസ്ത എന്നാൽ എന്ത് എന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സമസ്ത ഇടപെട്ടു. സമസ്ത പറഞ്ഞു ഇത് ശരിയാവില്ല, ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ തുണിയിൽ അത് തുള്ളി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഉടനെ എല്ലാവരും കൂടെ തുണിയിൽ കയറി പിടിച്ചു. അതൊന്നും അല്ല, സൂംബ ഡാൻസ് കളിക്കുന്നത് തുണി എടുത്തുകൊണ്ടാണ്, അതുകൊണ്ട് അത് സ്കൂളിൽ ഇങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. എന്നാലും ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ തുള്ളുന്നത് ശരിയാണോ? ആണും പെണ്ണും ഒരുമിച്ച് വേണം തുള്ളാൻ, അല്ല അത് വേറെ തുള്ളിയാൽ ശരിയാവില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ചാനലുകാരെല്ലാം കൂടെ കയറി, ആങ്കർമാരും ഒക്കെ കയറി വാട്ടമങ്ങുടക്കി പോക്കൃത്തരം കാണിക്കുന്നതോടെ ഈ നാട്ടിൽ സൂംബ നൃത്തം നടത്തിച്ചിട്ടേ ഞങ്ങൾ അടങ്ങുള്ളൂ. സൂംബയ്ക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ ഗളച്ഛേദം ചെയ്ത് കളയും. സർ തൻസെജുദ. അപ്പോഴത്തേക്ക് നമ്മുടെ KNM ഉണ്ട്, കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ. അതിൻ്റെ ആൾക്കാർ പറഞ്ഞു, ഇതിങ്ങനെ ഇതിനും മാത്രം വളം വയ്ക്കാനുള്ള കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, വരട്ടെ നമുക്ക് നോക്കാം, വെറുതെ ഇങ്ങനെ ബഹളം വയ്ക്കാതെ എന്നൊക്കെ പറഞ്ഞ് KNM ഒന്ന് മയപ്പെടുത്തി. തൊട്ടു പിന്നാലെ സമസ്തയും ഒന്ന് മയപ്പെടുത്തി. ആരോ കർട്ടന് പുറകിൽ ഇവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കണം. ഇതറിഞ്ഞപ്പോഴാണ് ഞാനും ഈ സൂംബ എന്താണെന്ന് അന്വേഷിക്കുന്നത്. ഉള്ള സത്യം പറയാമല്ലോ, സൂംബ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ ഒക്കെ തുള്ളുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു എക്സർസൈസാണ്, ഡാൻസാണ്, എയ്റോബിക് എക്സർസൈസാണ് എന്നൊക്കെ പറയുന്നു. കുറച്ച് നാൾ മുമ്പ് ഇൻ്റർനാഷണൽ യോഗ ഡേ, ആണ്ടിൽ ഒരു ദിവസം, അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ഇതേ ആങ്കർമാർ, ഇതേ വിനു വി ജോൺ ടീമൊക്കെ കൂടിയിട്ട് അത് വർഗീയമാണ്, മറ്റതാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് അത് എക്സർസൈസാണ് എന്ന് സമ്മതിക്കാൻ ആരും തയ്യാറല്ല. മെഡിറ്റേഷൻ ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ബ്രീതിങ് എക്സർസൈസ് എന്ന് അവർ പറയും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്പിരിച്വാലിറ്റി അതിൽ വരുന്നു. അതുകൊണ്ട് ബ്രീതിങ് എക്സർസൈസ്. നമ്മൾ ഈ തിരുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചിലാണില്ല, തിരുമുകാരൻ എന്ന് പറഞ്ഞാൽ കുറച്ചിലാണ്. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ഗ്രാമസേവകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഇപ്പോൾ അയാളില്ല. അയാളുടെ പേര് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നാക്കി മാറ്റി. ആഫീസറായി, കൊള്ളാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഉള്ള നാടാണ് നമ്മുടെ. എന്തുമായിക്കോട്ടെ. അപ്പോൾ യോഗ വർഗീയമാണെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ സൂംബ മതേതരത്വമാണെന്നും അതിനകത്ത് മതം കലർത്തുനിന്നും മതവിദ്വേഷം ഉണ്ടാക്കാൻ പോകുന്നു. അയ്യോ എൻ്റെ ദൈവമേ. ഞാനും ഇതൊന്ന് പരിശോധിച്ച് നോക്കി. ഈ സൂംബ നൃത്തം എന്ന് പറയുന്നത് ഒരു എക്സർസൈസ് കം ഡാൻസാണ്. ഇത് തുടങ്ങിയത് ബെറ്റോ പെരേസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് മാഷ് കൊളംബിയയിലാണ്. അങ്ങനെയാണ് ഇത് തുടങ്ങിയത് 90കളുടെ മധ്യത്തിൽ. കാര്യം എന്ന് വെച്ചാൽ കൃത്യം വർഷം ആർക്കും അറിയില്ല, കാരണം ഇത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല, അങ്ങ് ആയിപ്പോയതാണ്. ഈ നൃത്താധ്യാപകൻ ഒരു ദിവസം ഈ പുള്ളിയുടെ ടേപ്പ് റെക്കോർഡർ എടുക്കാൻ മറന്നു പോവുകയോ മറ്റോ ചെയ്തു.
ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് ഈ കുന്തവും കൊണ്ട് വരാനൊന്നും നേരമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓർമ്മയിൽ നിന്ന് ഇതിൻ്റെ ചുവടും സംഗതിയും ശകലം സംഗീതവും ഒക്കെ പുള്ളിയുടെ മനസ്സിലുണ്ട്. അതും പിന്നെ കണ്ണി കണ്ടതുമൊക്കെ പുള്ളി ഒരു സംഗതി അന്നത്തെ ദിവസത്തേക്ക് ഉണ്ടാക്കി. അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി. മെല്ലെ മെല്ലെ അതൊരു എക്സർസൈസായി. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ കുഴപ്പമില്ല. ഈ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിന്, ഏത് എക്സർസൈസും ഹൃദയത്തിന് നല്ലതാണ് ഇല്ലേ? എന്നെ പോലെ തീരെ വയസ്സായ ആരെങ്കിലും ആണെങ്കിൽ വല്ല എക്സർസൈസും കാണിച്ച് നടുവൊടിഞ്ഞ് ഹൃദയവും പോവും നടുവും പോവും, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എക്സർസൈസ് എപ്പോഴും ഹൃദയത്തിന് നല്ലതാണ്. പൊതുവേ മാനസികോല്ലാസം, ടെൻഷൻ മാറുക, ഇതൊക്കെ ഉള്ളതാണ്. ഈ ഗുണങ്ങളൊക്കെ സൂംബയ്ക്കും ഉണ്ട്. ഈ ഗുണങ്ങളുള്ള വേറെ ഒരുപാട് കലാപരിപാടികളുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇവർ ഈ കൊളംബിയയിൽ പോയി സൂംബ കൊണ്ടുവന്ന് എന്തോ ഒരു വാശി പോലെ ഇടതുപക്ഷത്തിന്. അത് ഞാൻ നോക്കി, അപ്പോഴാണ് ഞാനിതിൻ്റെ ഹിസ്റ്ററി ഒന്നെടുത്ത് നോക്കുന്നത്. കൊളംബിയ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നല്ല നക്സലൈറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവരുടെ പേര് നക്സലൈറ്റ് ഒന്നുമല്ല, ആയുധമെടുത്ത് പോരാടിയ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷണറീസ്, വിപ്ലവകാരികൾ. അവർ അവിടെ വലിയ അടിയും പിടിയും വെടിവെപ്പും സംഗതിയൊക്കെ നടത്തിയിട്ട് ധീര വിപ്ലവകാരികളല്ലേ വിട്ടുകൊടുക്കുക. അവസാനം വിഷമിച്ചു. കാലം കുറേ പോയി കഴിഞ്ഞപ്പോൾ അതിലെ ഒരു വിപ്ലവ ഗ്രൂപ്പ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിയായിട്ട് മാറി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തുടങ്ങി. ഇതുവരെ അവർ അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ജ്വലിക്കുന്ന സമര പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കൊളംബിയ. ഈ കൊളംബിയ അതിനിടയ്ക്ക് പെറു എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബൊളീവിയയാണ്. ചെഗുവേര, ചെഗുവേരയുടെ സ്ഥലം. ഒരല്പം കടൽ കടന്നു കഴിഞ്ഞാൽ ക്യൂബ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പുണ്യതീർത്ഥങ്ങളൊക്കെ ആ പ്രദേശത്താണ്. ലാറ്റിൻ അമേരിക്കൻ പ്രദേശം എന്ന് പറയും അതിന്. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രോമാഞ്ചം വന്നു ശിവൻകുട്ടിക്കൊക്കെ. ഇതാണ് ഇതിൻ്റെ സംഭവം. നിങ്ങളിത് അന്വേഷിച്ച് കൂടുതലൊന്നും പോകണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടെ. നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ വർഗ ബഹുജന ജനാധിപത്യ ഡിമാല ഗുണ്ടന്മാരുടെയൊക്കെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവർക്ക് ഈ ചെഗുവേര എന്നൊക്കെ കേൾക്കുമ്പോൾ, എന്നിട്ട് ഈ ചെഗുവേരയുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പോപ്പുലറാണെന്ന് പറയുന്നു. എന്ത് വാങ്ങിക്കോട്ടെ, അവരുടെ നാട്ടിൽ പോലും ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മതി. സൂംബ ഡാൻസ് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. കൊളംബിയയിൽ, അവിടെയാണല്ലോ ഇതിൻ്റെ ഉത്ഭവം. കൊളംബിയയിൽ പോലും ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നില്ല. യൂറോപ്പിലെങ്ങുമില്ല, അമേരിക്കയിലെങ്ങുമില്ല. എന്നാൽ ഇതുപോലത്തെ ഡാൻസ്, ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അംശം അവിടെ ഇവിടെയൊക്കെ വരുമല്ലോ. നമ്മുടെ നാട്ടിൽ ഈ ഇതുണ്ടല്ലോ, ചേർത്തല പടയണി കണ്ടിട്ടുള്ളവർക്കറിയാം. അതൊരു ഡാൻസല്ലേ, തപ്പും കൂട്ടിയിട്ട് ആണ്ടിലൊരിക്കൽ നല്ല ഗംഭീര ഡാൻസാണത്. അതിൽ നിന്നും ശരീരത്തിന് നല്ല എക്സർസൈസ് കിട്ടുമൊക്കെ കിട്ടും. സൂംബ ഡാൻസിൽ നിന്ന് കിട്ടും, കഥകളിയിൽ നിന്ന് കിട്ടും, മോഹിനിയാട്ടത്തിൽ നിന്ന് കിട്ടും, കുച്ചിപ്പുടിയിൽ നിന്ന് കിട്ടും. പല രീതിയിൽ നിങ്ങൾ ശരീരത്തെ എങ്ങനെയൊക്കെ ഇളക്കുന്നോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ശരീരത്തിന് പ്രയോജനമുണ്ടാകും. അത് ചില പ്രത്യേക താളത്തിൽ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ ചെയ്യുന്നതാണ് സൂംബ. ഈ പാട്ട് പലരും ഉണ്ടാക്കാൻ തുടങ്ങി. ആർക്കെന്ത് പാട്ട് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. തിത്തോ താരോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് സൂംബയായിട്ട് തുള്ളാം, പാടില്ലേ? അപ്പം അത് ഓരോ താളത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് തുള്ളും. ഇത് പള്ളിക്കൂടത്തിൽ ഇത് പഠിപ്പിച്ചേ അടങ്ങും എന്നുള്ള ശിവൻകുട്ടിയുടെ വാശി എനിക്ക് മനസ്സിലായില്ല. അതേസമയം ആ വാശി അങ്ങ് വിട്ടുകൊടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ ഇത് സംഭവിക്കും. അപ്പോഴും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഞാൻ ഈ സർക്കാരിൻ്റെ 2 ഉത്തരവുകളാണ് സൂംബയെപ്പറ്റി ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഉത്തരവ് പറയുന്നത് അത് 20-ാം തീയതി ഈ ജൂൺ 20-ന് ഇറങ്ങിയ ഉത്തരവാണ്. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് സംസ്ഥാന തലത്തിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടെ കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയുണ്ടായി. സർക്കാർ അങ്ങ് തീരുമാനിച്ചു. സൂംബ, പിന്നെ ലഘുവ്യായാമങ്ങൾ, ലഘുപാനീയങ്ങൾ,
ലഘു പലഹാരം എന്നൊക്കെ നമ്മൾ പറയും. പരിപ്പ് വട, പഴംപൊരി, ഇതൊക്കെ ലഘു പലഹാരങ്ങളാണ്. അതുപോലെ ലഘു ആയ വ്യായാമങ്ങൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപജില്ലകളിൽ നിന്നും ഓരോ കായിക അധ്യാപികയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലയിൽ നിന്നും ഒരാൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഈ പരിശീലനം നൽകിയ ആൾ വേണം ഈ സൂംബ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വെറുതെ നടുവീട്ടി പോകും പിള്ളേരുടെ. അപ്പോൾ പരിശീലനം ലഭിച്ച കായിക അധ്യാപകർ അവരവരുടെ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഓരോ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ടതും, ഇപ്രകാരം പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ കുട്ടികൾക്ക് സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ 23/6/25 മുതൽ 25/6/25 വരെയുള്ള 3 ദിവസങ്ങളിൽ അഭ്യസിപ്പിക്കേണ്ടതും, ജൂൺ 26 സംസ്ഥാനതലത്തിൽ സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തി സൂംബ, ലഘുവ്യായാമങ്ങൾ ഉൾപ്പെടുന്ന കായിക പരിശീലന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുമാണ്. ഇതൊക്കെ 25-നും 26-നും ഒക്കെയാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. ആ ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ അത് ചെയ്തോ ഇല്ലയോ ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അസംബ്ലിയിൽ ഇത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നുണ്ട്. കാരണം 26-ന് ഇതിൻ്റെ സമാപന ദിവസം, ജൂൺ 25-ന് അന്താരാഷ്ട്ര ലഹരി ദിനത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കർമ്മപദ്ധതിയുടെ 5ാം ഘട്ട പ്രവർത്തന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂൺ 26-ന് നിർവഹിക്കുന്നതാണ്. 25-നാണ് ലഹരി വിരുദ്ധ ദിനം. പക്ഷേ പുള്ളി ഒരു ദിവസം കഴിഞ്ഞിട്ട് 16 അടിയന്തരം 17-ാം തീയതി നടത്താമല്ലോ. അങ്ങനെ പുള്ളി 26-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിക്കുന്നു. അത് വിക്ടേഴ്സ് ചാനലിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അത് പള്ളിക്കൂടത്തിൽ പിള്ളേരെ എല്ലാം വിളിച്ചിരുത്തി വളവിടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നിർബന്ധമായിട്ട് ടി വിയിൽ കാണിക്കണം. അതുകൂടാതെ സൂംബ, ലഘുവ്യായാമങ്ങൾ ഇതും ചെയ്യണം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് പാഠ്യപദ്ധതിയിൽപ്പെടുത്തിയെന്നോ എല്ലാ ദിവസവും പിള്ളേരെ കൊണ്ട് സൂംബ ചെയ്യിക്കുമെന്നോ അങ്ങനെയൊന്നും ഒരു തീരുമാനം റൈറ്റിങ്ങിൽ ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ഈ 3 ദിവസത്തെ സൂക്കേട് ഉള്ളൂ ഈ സൂംബ. പക്ഷേ ഈ സൂംബയിൽ വാശി വരാൻ കാര്യം ഇതൊന്നുമല്ല. ഈ സാധനം കൊളംബിയയിൽ വന്നു. കൊളംബിയയിലാണ് നമ്മുടെ പ്രശസ്ത ഗോളിയില്ലേ, റെനെ ഹിഗ്വിറ്റ. ഗോളി പോയി ഗോളടിക്കുന്ന ആൾ, ഗോൾ പോസ്റ്റ് വിട്ടിട്ട് പോവുക, എന്നിട്ട് ആ ഗോൾ പോസ്റ്റിൽ വേറൊരാൾ വന്ന് ഗോളടിക്കുകയൊന്നും പറയണ്ട. അങ്ങനത്തെ ഒരു വലിയ വിദഗ്ധനായിരുന്നു റെനെ ഹിഗ്വിറ്റ. അങ്ങേരും കൊളംബിയക്കാരാണ്. കൊളംബിയക്കാർ നല്ല ഫുട്ബോൾ കളിക്കാരാണ്, ലാറ്റിൻ അമേരിക്കക്കാരാണ്. അപ്പോൾ കൊളംബിയ, പിന്നെ ബൊളീവിയ, ക്യൂബ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, ആ രോമാഞ്ചമാണ് ശിവൻകുട്ടിയുടെ പിടിവാശിയുടെ അടിസ്ഥാനം. മറ്റേ എതിർ ടീമിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സ്ത്രീ വിദ്യാഭ്യാസം എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് നിഷിദ്ധമാണ് ഫണ്ടമെൻ്റലി. പിന്നെ മെല്ലെ മെല്ലെ അവർ ഇമ്പ്രൂവ് ചെയ്തൊക്കെ വന്നു. ഇപ്പോൾ സ്കൂളൊക്കെ ആയി, അവർ സ്കൂളിൽ പോകാനും പഠിക്കാനും ഒക്കെ തുടങ്ങി വർഷം കുറേ ആയി. പക്ഷേ 1949 ഈ ജമായത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനം മാഗസിനിൽ സ്ത്രീ വിദ്യാഭ്യാസം നിരോധിക്കണം എന്ന് തന്നെ, മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് തന്നെ വിധിച്ചിരുന്നു. അത് സത്യമാണ്. ഓക്കെ, യു ഹാഡ് സി ഹിസ്റ്ററിയുടെ പോക്കിൽ സമൂഹം ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചു, അത് തിരുത്തി മുന്നോട്ട് വരുന്നു, അതിനിപ്പം കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ ഒരു കോംപ്ലക്സ് ഇപ്പോഴും ഈ കടുത്ത ഇസ്ലാമിൽ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികളടങ്ങുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന എന്ത് വന്നു കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്നൊരു ഒരു സംശയം തോന്നും ഉള്ളിൽ. അതുമാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ സൂംബ നൃത്തം അമേരിക്കയിലെ ഒരു പള്ളിക്കൂടത്തിലും ഇല്ല, യൂറോപ്പിലെ ഒരു പള്ളിക്കൂടത്തിലും ഇല്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില്ല, ഇതുണ്ടായ കൊളംബിയയിൽ പോലും ഇല്ല. എന്നാൽ പല സ്ഥലത്തും സൂംബ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊക്കെയുണ്ട്, പോപ്പുലറാണ്. അതെ, പക്ഷേ അത് പിള്ളേരെ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഇവിടെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനൊരു അധ്യാപകനോട് ആലോചിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, മോഹൻദാസേ 40 ക്ലാസ്സാണ് ഡ്രില്ല് അഥവാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ PE ഇതിനുള്ളത്. ആണ്ടിൽ 40 ക്ലാസ്സാണ്. ഈ 40 ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കണം? സൂംബ പഠിപ്പിക്കണം, കബഡി പഠിപ്പിക്കണം, ഹൈ ജമ്പ് പഠിപ്പിക്കണം, ലോങ് ജമ്പ്, ഫുട്ബോൾ, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കണ്ടേ?
ഇതൊക്കെ കഴിഞ്ഞ് സൂംബയ്ക്ക് എവിടെയാണ് നേരം? അതുകൊണ്ട് ഈ സൂംബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നടക്കേണ്ട കാര്യവുമല്ല, ഇതിൽ ഇത്ര വലിയ മഹത്വമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ യോഗ വർഗീയമാണ്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ടീം സൂംബ നിർബന്ധമായിട്ട് ചെയ്തും ചെയ്യിച്ചുമേ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. മന്ത്രി ശിവൻകുട്ടിയുടെ ആരോഗ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി സൂംബ ചെയ്യുന്ന ലക്ഷണം എനിക്ക് തോന്നുന്നില്ല. പുള്ളിയെ കൊണ്ട് സൂംബ ചെയ്യാൻ നടക്കില്ല. ഇന്നിപ്പോൾ പ്രതിഷേധ സൂംബ തിരുവനന്തപുരത്തോ മറ്റോ, അതിൻ്റെ നടുക്ക് പുള്ളി കൈയൊക്കെ വീശി നടക്കുന്ന കണ്ടു ആശാനായിട്ട്. പക്ഷേ പുള്ളി തുള്ളുന്നില്ല. ഇപ്പോൾ ഈ സൂംബ ലഹരി വിരുദ്ധ ദിനത്തിന്, ലഹരി വിരുദ്ധ പ്രവൃത്തിക്ക് കൊള്ളാം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനം സൂംബ ഡാൻസ് കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമല്ല. ഒരു തുള്ളൽ, ഒരു ഡാൻസ്, അതിൻ്റെ കൂടെ ഒരു അല്പം ലഹരി ഉള്ളിൽ ചെന്നാൽ അതിനൊരു ഊർജം കൂടുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നേരത്തെ ചേർത്തല ആയില്യം പടയണിയുടെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് സ്വല്പം കള്ള് ഒക്കെ കുടിച്ചിട്ടാണ് ആൾക്കാർ തുള്ളുന്നത്. അല്ലെങ്കിൽ തുള്ളാൻ പറ്റില്ല, അത്രയും എനർജി ഉണ്ടാവില്ല നിങ്ങൾക്ക് അത്രയും നേരം തുള്ളി നിൽക്കണമെങ്കിൽ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ കുറച്ച് അത് ആൾക്കാർ കണ്ണടയ്ക്കുക, പോട്ടെ 2 എണ്ണം വീശിയിട്ടുണ്ട് ചേട്ടൻ, എന്നാലും പോട്ടെ നമ്മുടെ ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സൂംബ എന്ന് പറയുന്നത് ലഹരിയെ കുറയ്ക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ അനാവശ്യമായ പിടിവാശിക്കൊന്നും പോവാതെ നമുക്ക് ട്രഡീഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, അത്യാവശ്യം എക്സർസൈസൊക്കെ ഉള്ള ഒരു കാര്യം ചെയ്താൽ മതി. പിന്നെ സൂംബ ഡാൻസ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ യൂണിഫോം ഇട്ട് മറ്റേ അംഗവസ്ത്രം ഉണ്ടല്ലോ, ഈ ചുരിദാറിൻ്റെ കൂടെ ഇടുന്ന തുണി, ഇതുമൊക്കെ വെച്ചിട്ട് സൂംബ ഡാൻസ് കളിക്കാൻ പറ്റും. പിന്നെ അതെടുത്ത് അരയിൽ കെട്ടണം. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ശിവൻകുട്ടിയോട് ആവശ്യപ്പെടുന്നത് ഈ അനാവശ്യമായ ഈ ബൊളീവിയൻ ഭക്തി, കൊളംബിയൻ ഭക്തി, ക്യൂബ ഭക്തി, ഇതൊക്കെ ഉപേക്ഷിക്കുക. ഇത് മനസ്സിലായി? ഇതൊക്കെയാണ് പഴഞ്ചൻ. ഈ സാധനങ്ങളാണ് നിങ്ങൾ വലിച്ചെറിയേണ്ടത്. നിങ്ങളോട് ഇത് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും തന്നെ മതമൗലികവാദികൾ എന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ഇനി അഥവാ അവർ മതമൗലികവാദി ആണെന്ന് വെച്ചോ, എനിക്ക് തോന്നാറുണ്ട് അവർ ഇച്ചിരി മതമൗലികവാദിയാണ്. പക്ഷേ മതമൗലികവാദി ആണെങ്കിലും അയാളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു കടുത്ത ഇസ്ലാമിസ്റ്റ് ജിഹാദി അയാൾ പറയാണ് ഇപ്പോൾ 9 മണി ആയി എന്ന് പറഞ്ഞാൽ നമ്മളും 9 മണിക്കാണെങ്കിലും 9 മണി എന്ന് പറയണ്ടേ? അതോ അയാൾ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 10 മണിയായി എന്ന് പറയണോ? അതൊരു ശരിയല്ലല്ലോ. അപ്പം ഞാനിത് ആര് പറഞ്ഞു, എനിക്കിതിൻ്റെ പൊളിറ്റിക്സൊക്കെ മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് എന്താ നടക്കുന്നത്. ബട്ട് ഇതിൻ്റെ മെരിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. 3 ദിവസത്തെ പരിപാടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. കുറച്ച് പേര് ചെയ്യും, കുറച്ച് പേര് ചെയ്യില്ല. പിണറായി പ്രസംഗിക്കുമ്പോൾ അത് ചെയ്യാം. എനിക്കറിയില്ല, ഇതിൻ്റെയൊക്കെ ഡേറ്റും കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്ത് ബഹളം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതായാലും അർത്ഥശൂന്യമായ ബഹളങ്ങളുടെ തമ്പുരാക്കന്മാരാണ് കേരളം എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു.